ഏറെ കാലത്തിന് ശേഷം നിലമ്പൂരിൽ CPM സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തുകയും അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കുകയും ചെയ്യുകയാണ്. അതായത് നിലമ്പൂർ പിടിച്ചേ മതിയാവൂ, CPM ഉറപ്പിച്ചിരിക്കുക. എന്താണ് ശ്രീ ഫക്രുദ്ദീൻ അങ്ങയുടെ വിലയിരുത്തൽ? ശരി, നമ്മളിത് ഓൾറെഡി ഡിസ്കസ് ചെയ്തല്ലോ, ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഞാൻ ഇതുവരെ ഈ വിഷയത്തിൽ പറഞ്ഞതിന് അപ്പോൾ ഒന്നും നടന്നിട്ടില്ല. അൻവർ എന്ത് നിലപാടെടുക്കുന്നു, അൻവറിൻ്റെ നിലപാട് ആർക്ക് സഹായകരമാകുന്നു, അത് എങ്ങനെയായിരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ ആവർത്തിക്കുന്നു. ഇന്നലെ മുതൽ ചിത്രം മാറി. അൻവറിനേക്കാൾ കൂടുതൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം സോഷ്യൽ മീഡിയ പോയി പണിയാക്കാൻ പോകും. സോഷ്യൽ മീഡിയ പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ നടക്കും. സോഷ്യൽ മീഡിയ പറയുന്നതനുസരിച്ചാണ് തള്ളിക്കളയാവുന്നതല്ല. സോഷ്യൽ മീഡിയ പറയുന്നതനുസരിച്ച് കേരളത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നു. അത്രേ ഉള്ളൂ. സുരേഷ് ഗോപി ജയിക്കായിരുന്നു ഇല്ലല്ലോ. രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ BJP പ്രസിഡന്റ് ആവുകയാണ് ഇല്ലല്ലോ. അത് സോഷ്യൽ മീഡിയ പണ്ട് ചായയിലൊക്കെ ഇരുന്ന് ആപ്പിടി എന്ന് എന്തെങ്കിലും പറയുന്നതിന് ഒന്നും മനസ്സിലാവാത്തവർ, അല്ലെങ്കിൽ എന്തെങ്കിലും വെസ്റ്റേൺ ഇൻട്രസ്റ്റ് വെച്ച് നടക്കുന്നത്, അതിൽ വളരെ അപൂർവമായുള്ള സെയിനായിട്ട് സംസാരിക്കുന്ന ആളുകളുണ്ട്. അവരെ പോഷനൊന്നും കാര്യമായിട്ട് പോകാറില്ല. അപ്പോൾ അത് വിട്ട് ഞാൻ പണ്ടേ കാര്യമൊക്കെ അവർ. പിന്നെ ആകെപ്പാടെ ഞാൻ നോക്കുകയെന്ന് വെച്ചാൽ പൊതുവേ ഒരു വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ആളുകൾ ഏതൊക്കെ രീതിയിൽ ചിന്തിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ സാധനം ഞാൻ നോക്കാറുള്ളൂ. അതിന് നിങ്ങൾ പറയുന്ന സെലിബ്രിറ്റികളുടെ പോസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ സ്വരാജ് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഇവരൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറേ ഉള്ളൂ. സാധാരണ ബ്രാഞ്ച് സെക്രട്ടറി അല്ലെങ്കിൽ ഈ പറഞ്ഞ ലോക്കൽ സെക്രട്ടറി, RSSൻ്റെ ഏതെങ്കിലും പ്രചാരകൻ, ഇവരെയൊക്കെ ഞാൻ നോക്കാറുള്ളൂ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ അല്ല ഓട്ടോ ഡ്രൈവർ, സ്വീപ്പർ. അപ്പം ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ജനങ്ങളുടെ പൾസ് അറിയണമെങ്കിൽ അത് നോക്കണം. ഞാൻ പലപ്പോഴും ഫ്രണ്ട് റിക്വസ്റ്റൊക്കെ അങ്ങനെയുള്ള തീരെ വിചാരിക്കാത്ത ആളുകൾക്കാണ് ഓട്ടോ ഡ്രൈവർമാർ, സ്വീപ്പർമാർ ഞാൻ നോക്കും. അല്ല ഈ പറയുന്ന വലിയ ബുദ്ധിജീവി എന്ന് പറഞ്ഞ ആളുകൾക്ക് ഞാൻ ഇതുവരെ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചിട്ടില്ല. തീരെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അവരെ കയ്യിൽ നിന്ന് സത്യസന്ധമായ അവരെ അഭിപ്രായം പറയുള്ളൂ. അപ്പം ഇതിൻ്റെ ഒരു കാര്യം പിന്നെ ഈ അവിടെ ഇപ്പം സ്വരാജിൻ്റെ ഒരു സർപ്രൈസ് എൻട്രിയാണ് എന്ന് നിങ്ങൾ പറയുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം സർപ്രൈസ് ഉണ്ടാക്കുമായിരുന്നു. സ്വരാജിൻ്റെ പേര് ആദ്യം വരുന്നു, മത്സരിക്കുന്നില്ല എന്ന് പറയുന്നു. പിന്നെ സ്വരാജ് ചുമതല കൊടുക്കുന്നു. പിന്നെ ഒരു സുപ്രഭാത് സ്വരാജ് മത്സരിക്കുന്ന സാഹചര്യങ്ങൾ അനുകൂലമാകുന്ന ഫീൽ ഉണ്ടാക്കുന്നു. UDF കൺഫ്യൂഷൻ ഉണ്ടാകുന്നു. സതീശൻ ഒരു നിലപാടിൽ നിൽക്കുന്നു. അങ്ങനെ അതുവരെ പിന്നെ അവിടെ ഉണ്ടായിരുന്ന സ്വരാജ് തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറുന്നു. അവിടെ സ്വരാജ് തിരിച്ച് വലിയ സ്വീകരണം ഏറ്റുമാകുന്നു. എല്ലാം നാടകം തന്നെ നമുക്ക് തോന്നുന്നു. അൻവർ പത്രസമ്മേളനം വിളിക്കുന്നു, അൻവർ മത്സരിക്കുന്നില്ല. അൻവർ LDFനെ വിമർശിച്ചേക്കാണ്ട് കൂടി UDFനെ വിമർശിക്കുന്നു. സ്വരാജിനെ പറ്റി രാഷ്ട്രീയ വിമർശനങ്ങളൊന്നുമില്ല, അവിടെ എത്തിയില്ല. വ്യക്തിപരമായിട്ടുള്ള വിമർശനങ്ങൾ, ആ സ്ഥലത്ത് എത്തിയിട്ടില്ല, അവിടെ ഉണ്ടായിരുന്നില്ല, അങ്ങനെയുള്ള വിമർശനമേ ഉള്ളൂ. അതല്ല വേറെ. സ്വരാജ് നിലമ്പൂർ സ്വദേശിയാണ്, പോത്തുകല്ലുകാരനാണ്. അതൊക്കെ പറയുന്നുള്ളൂ. അങ്ങനെ വ്യക്തിപരമായ നമ്മുടെ പയ്യൻ എന്നൊരു അങ്ങനൊരു വികാരം അവിടെ കത്തില്ലേ? പറയാൻ പറ്റില്ല. മലബാറുകാരാണ്. മലബാറുകാരെ സംബന്ധിച്ചില്ല അങ്ങനെ ഒരു സംഭവം കത്തില്ല. നിങ്ങൾക്ക് അറിഞ്ഞൂടായിട്ട് മലബാറുകാരെ. അപ്പം നമ്മളെ പയ്യൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതിലും കൂടുതൽ അവർ ചിന്തിക്കുക ഒരു പൊതു ഇമേജ്. പിന്നെ മുസ്ലിംസിൻ്റെ ഇടയിൽ സാമുദായികത വലിയ കട. ഈ മലബാർ സൈക്കി നിങ്ങൾ പൊതുവെ വായിക്കാൻ വേണ്ടി ഹിന്ദു സൈക്കിയാണ്. ഹിന്ദുവിനങ്ങനെ നമ്മളെ കുടുംബക്കാരൻ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരൻ അങ്ങനെയുള്ള ഫീലും, നമ്മുടെ അയൽക്കാരൻ അങ്ങനെ ഒരു ഫീലും ഇല്ല. അവർ കൃത്യമായി രാഷ്ട്രീയം നോക്കി വോട്ട് ചെയ്യണം. രാഷ്ട്രീയം നോക്കി. പിന്നെ ചേച്ചിമാരുണ്ട് ക്ഷേത്രത്തിലൊക്കെ പോകുന്ന അമ്മൂമ്മമാർ, അവർ പേഴ്സണാലിറ്റി നോക്കും, വ്യക്തിയുടെ പേഴ്സണാലിറ്റി നോക്കും. ബാക്കി മുസ്ലിംസ് കൃത്യമായി സമുദായം നോക്കും. സമുദായത്തെക്കാൾ കൂടുതലായിട്ട് പിന്നെ ഇവരുടെ APEK ആ സാധനം നോക്കും. AP ഉസ്താദ് ആരോടാണ്, EK ജമാഅത്ത് ഇസ്ലാമി ആരോടാണ്, മുജാഹിദ് ആരോടാണ് നോക്കിയിട്ട് അവർ വോട്ട് ചെയ്യുള്ളൂ. ക്രിസ്ത്യാനികൾ സഭ നോക്കിയിട്ട് വോട്ട് ചെയ്യും. അവിടെ ഹിന്ദുക്കൾ മാത്രമാണ് നിങ്ങളിപ്പോൾ സെക്കുലർ വോട്ട് ചെയ്യുന്നത്, രാഷ്ട്രീയ വോട്ട് ചെയ്യുന്നത് ഹിന്ദുക്കൾ, സമുദായം നോക്കിയിട്ട്. അവിടെ ജാതി ഇല്ലാത്തതുകൊണ്ട് ഹിന്ദുക്കൾക്ക് വിലപേശലും ഇല്ലല്ലോ. RSS സ്ട്രോങ് അല്ല, ജാതിയും ഇല്ല. RSS ഉണ്ട് വെച്ചാൽ അവരുടെ ഡ്രില്ലൊക്കെ നടത്തി പോകുന്നല്ല, അത് രാഷ്ട്രീയമായി സ്ട്രോങ് അല്ല. മറ്റേത് ഈ NSS SNDPയോ അവിടുത്തെ നാട്ടുകാരുടെ സ്ട്രോങ് അല്ല, കുടിയേറ്റക്കാരുടെ ഇടയിൽ. മനസ്സിലായില്ലേ? അപ്പം ഈ പ്രദേശത്തിൻ്റെ ഇപ്പം നമ്മൾ സ്വരാജ് സ്ഥാനാർത്ഥിയായി വരുന്നത് അത് ഒരു പെട്ടെന്ന് ആകസ്മികമൊന്നല്ല. അത് നിങ്ങൾ ഞാൻ ആസൂത്രിതമാണ്. അത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നത് എല്ലാവരും അതായത് കണക്ട് ചെയ്ത് വായിച്ചാൽ നിങ്ങൾ വളരെ സ്ഫുടമായി കിട്ടും അതിൻ്റെ കാര്യം. പിന്നെ അവിടുത്തെ ഈ സാധാ ഒരു നമ്മളെ വാലിശ്ശേരി പോലത്തെ ഒരു മണ്ഡലമല്ല അത്. അതിന് വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് കുടിയേറ്റക്കാരുടെ പ്രദേശമാണ്. അവിടെ ഈ പറഞ്ഞതിൻ്റെ അതിരി എത്ര ശതമാനം ഹിന്ദുക്കൾ 43%, മുസ്ലിങ്ങൾ 45% ഒടുവിലത്തെ ഒരു ഏകദേശ കണക്ക്. അതിൽ തന്നെ മുസ്ലിംസ് ആ നാട്ടുകാരാണ്.
ഹിന്ദുസിൽ ഈഴവരൊക്കെ അവിടെ നിന്ന് കുടിയേറിയത് നല്ലൊരു പങ്ക്. തീയന്മാരോടുള്ള ഈഴവർ കുടിയെ തക്കുന്നത്. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി അവിടെ പോയിട്ട് പ്രസ്ഥാനം നടത്തിയത്. ഈ സ്വരാജ് ഉൾപ്പെടെയുള്ള കുറേ നായന്മാരും മധ്യ തിരുവിതാംകൂറിൽ കുടിയേറിയവരാണ്, കുടിയേറ്റക്കാർ. പിന്നെ മർത്തോമ സഭയ്ക്കാണ് നല്ല അവർക്ക് കോളേജും അതും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ കുടിയേറ്റ ക്രിസ്ത്യാനികളുണ്ട്. ഈ അപ്പച്ചനൊക്കെ അവിടെ ഉണ്ട്. നമ്മളെ ഈ ഉദയ അപ്പച്ചുണ്ട്, കുഞ്ചാക്കോ അപ്പച്ചനല്ല, അപ്പച്ചൻ്റെ ചേട്ടൻ കുഞ്ചാക്കോ അവിടെ എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രദേശമാണ്. അതായത് പിന്നെ ഈ സെനറ്റർ ആവുന്ന കുടിയേറ്റക്കാരും ഒക്കെ. അതുകൊണ്ടാണ് കോൺഗ്രസിന് അവിടെ സ്വാധീനം കിട്ടുന്നത്. കാരണം കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആരുണ്ട്? ഈ പറയുന്ന പോലെ ക്രിസ്ത്യൻ വോട്ടുണ്ട്, നായർ വോട്ടുണ്ട്, കുടിയേറ്റക്കാരൻ നായർ വോട്ടുണ്ട്. പിന്നെ പരമ്പരാഗത നായന്മാരുണ്ട് അവിടെ. ഈ കോൺഗ്രസിൻ്റെ ഒക്കെ തുടക്കം ശരിക്കും നിലമ്പൂർ കോവിലകത്ത് അറിയാലോ, തമ്പുരാൻ കോൺഗ്രസ് അനുകൂലമായിരുന്നു. 1921 കലാപം ഉണ്ടാകാനാണ് കൊടുങ്ങൽ ആ കോവിലകത്തെ അതിൻ്റെ പ്രധാന പൊട്ടിത്തെറിക്കാനുള്ള കാരണം അവിടുത്തെ തോക്ക് നഷ്ടപ്പെടുന്നതാണ്, അറിയാലോ. അപ്പം നിലമ്പൂർ കോവിലകം അതുപോലെ അങ്ങനെ ഒരു നായർ ബെൽറ്റ് കോൺഗ്രസിന് അനുകൂലമായിരുന്നു അവിടെ ഒന്ന്. പിന്നെ മുസ്ലിങ്ങൾ തന്നെ എഡ്യൂക്കേറ്റഡ് ആയ മുസ്ലിംസ് ഉണ്ടായിരുന്നു. ഇപ്പം 1921 കലാമത്ത് കൊലയുടെ കോയാമു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നില്ലേ, അത് നമ്മൾ ആ സിനിമയിലൊക്കെ കാണിക്കുന്നുണ്ട്. ഉമ്മസാർ എന്നാണ് വേഷം ചെയ്യുന്നത്, ആമു സാഹിബ് എന്നാണ്. പിന്നെ വേറൊരാളുണ്ട്, ഒരു ജന്മി, അയാളെ ഒരു തല വെട്ടിക്കളയുന്നുണ്ട് ഹിന്ദുസിൻ്റെ കൂടെ. അവരെ ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് എഡ്യൂക്കേറ്റഡ് മുസ്ലിംസ് ആയിരുന്നു. ആ കൂട്ടത്തിൽ ഒരാളാണ്, ആ അങ്ങനെ കുടുംബത്തിൽ വന്ന ആളാണ് നമ്മുടെ നടൻ റഹ്മാൻ. അതിയെ വളരെ എഡ്യൂക്കേറ്റഡ് ആണ്. പിന്നെ അടുത്ത് ഇപ്പോൾ മോഡി ഗവൺമെൻറ് വന്നിട്ടില്ലെങ്കിൽ ഇന്ത്യയുടെ ആർമി ചീഫ് ആകേണ്ട ഒരു ഹാരിസ് ഉണ്ടായിരുന്നു. പേര് കേട്ടാൽ നമ്മളെങ്കിൽ അങ്ങനെ നിലമ്പൂരുകാരനാണ്. അങ്ങനെ വേറൊരാളെയും കൂടി മറികടന്നാണ് റാവത്തിനാക്കിയത്. കാരണം ഇവർ കമ്മ്യൂണിക്കേഷൻ അങ്ങനെയുള്ള മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ആളുകൾ, റാവത്ത് ഫീൽഡിലുള്ള ആൾ. അതാണ് കാരണം പറഞ്ഞത്. മോഡി വന്നില്ല എനിക്കൊന്ന് ഒരു പക്ഷേ ഇദ്ദേഹം മൂന്നാമതേ വരുള്ളായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ട് കുറേ മുസ്ലിംസ് ഉണ്ട്. ആ മുസ്ലിംസ് കോൺഗ്രസിന് സപ്പോർട്ട്. ആര്യാടനെ കാക്കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ്. പ്രോ ബ്രിട്ടീഷ് ആയിരുന്ന, ഈ ആര്യാടൻ പ്രോ ബ്രിട്ടീഷ് ആണോ എനിക്കറിയില്ല, പ്രോ ബ്രിട്ടീഷ് ആയിരുന്ന ആളുകളുണ്ട്. അവർ കോൺഗ്രസിന് സപ്പോർട്ട് ചെയ്ത ആളുകളാണ്. പിന്നെ അങ്ങനെയാണ് അവിടെ ഈ ലീഗിൻ്റെ സ്വാധീനമുള്ള സ്ഥലത്ത് ഒരു കോൺഗ്രസ് കോട്ട ഉണ്ടാവുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ടൊരു ടിപ്പിക്കൽ മലബാറിലെ ടിപ്പിക്കൽ മണ്ഡലം പോലെ നമുക്ക് കരുതാൻ പറ്റുന്ന ഒരു മണ്ഡലമല്ല. അപ്പോൾ അവിടെ ആര്യാടൻ ജയിച്ചത് ആര്യാടൻ എല്ലാവരെയും ഇങ്ങനെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ട്രെയിൻ ടിക്കറ്റ് ഇങ്ങനെ കാണുന്ന ആളുകൾക്ക് വേണ്ടത് അതെല്ലാം ആര്യാടൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം പിന്നെ ആര്യാടൻ എന്തിനു പോകുന്ന നേതാവായിരുന്നു. കുഞ്ഞാലി അവിടെ ജയിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഒന്ന് ഈ പറയുന്നുണ്ട്, അതിന് ഇപ്പോൾ കോൺഗ്രസിന് അനുകൂലമായ ഘടകങ്ങൾ അവിടെ CPM-ന് അനുകൂലമാണ്. കുടിയേറ്റക്കാരായ 7 പേരുണ്ട്, ക്രിസ്ത്യൻസ് ചെറിയ വിഭാഗമുണ്ട്. പിന്നെ ഈ പറയുന്നതിൻ്റെ ഉൽപ്പതിഷണായ നിലമ്പൂർ ആയിഷനൊക്കെ പോലെയുള്ള ഉൽപ്പതിഷണുകളായ പ്രോഗ്രസീവ് മുസ്ലിംസും ഉണ്ട്. അതിൻ്റെ നേതാവായിരുന്നു കുഞ്ഞാലി. പക്ഷേ കുഞ്ഞാലിൻ്റെ വെട്ടിയോട് കൂടിയിട്ട് അത് പൊളിറ്റിക്കൽ അത്ര പവർഫുൾ അല്ലാതായിരുന്നു. ആ എലിമെൻ്റ് അവിടെ ഉണ്ട്, പക്ഷേ അത്ര പവർഫുൾ ആയിരുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ആര്യാടൻ അവിടെ കയറുന്നത്. ആര്യാടൻ എന്ന് വെച്ചാൽ കോൺഗ്രസിലൊരു ഇടതുപക്ഷക്കാരനൊക്കെയാണ്. ഇപ്പം ഞാൻ പോലും പെരുന്നാളിന് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുകയോ ഒരു സിഗരറ്റ് വലിക്കില്ല ചെയ്യുന്ന ആളെന്നല്ല. ഞാൻ നാട്ടിലുണ്ടെങ്കിലും കൃത്യമായി പെരുന്നാളല്ല റംസാൻ മാസത്തിൽ ഒന്നും നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കില്ല. നമുക്ക് നോമ്പില്ലെങ്കിൽ പോലും നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുള്ളൂ. പക്ഷെ അങ്ങനെയല്ല ആയിരുന്നില്ല ആര്യാടൻ എന്ന് വെച്ചാൽ ഈ റംസാൻ മാസത്തിൽ വീടിയും വലിച്ചുകൊണ്ട് പള്ളിയുടെ മുന്നിൽ കൂടെ പോകുന്ന ആളായിരുന്നു. അപ്പോൾ കോൺഗ്രസിലൊരു ഇടതുപക്ഷക്കാരനായിരുന്നു. അന്നത്തെ ഇടതുപക്ഷം എന്ന് വെച്ചാൽ അങ്ങനെ ആയിരുന്നല്ലോ. അങ്ങനത്തെ കോൺഗ്രസ് ഇടതുപക്ഷമായിരുന്നു ആര്യാടൻ. ഇങ്ങനെയൊക്കെയാണ് ആര്യാടൻ അവിടെ ജയിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അതേസമയം തന്നെ ഈ മുസ്ലിംസിൻ്റെ ഇടയിൽ ഈ പിന്തിരിപ്പന്മാരുണ്ടല്ലോ, മൗദൂദി, സലഫി, ഇതിനൊക്കെ ആര്യാടനെതിരായിരുന്നു. അതേസമയം ഇതിലുള്ള ഓർത്തഡോക്സ് സെക്ടൊക്കെയാണ് ഞങ്ങളൊക്കെ ഉള്ള സുന്നി സെക്റ്റിൽ AP സെക്റ്റുമായിട്ട് ആര്യാടൻ നല്ല ബന്ധമായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു വല്ലാത്ത കോമ്പിനേഷൻ ഈ സത്യത്തിൽ ഈ കാന്തപുരം വിഭാഗമായിട്ട് നല്ല കാന്തപുരം വിഭാഗം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെ നടക്കുന്ന ആളുകൾ കണ്ടെടുത്താൽ കണ്ടുകൂടാ. പക്ഷെ കാന്തപുരം സമസ്തക്കെതിരാണ്, സമസ്ത ലീഗിനൊപ്പമാണ്. ആര്യാടൻ ലീഗിനെതിരായതുകൊണ്ട് കാന്തപുരം ആര്യാടനൊപ്പം. ആര്യാടൻ. അപ്പോൾ ആര്യാടൻ ഈ പറയുന്ന നോമ്പ് സമയത്ത് വീഡിയോ കളിക്കുന്ന അവർക്ക് പ്രശ്നമല്ല. കടുത്ത ശത്രുവിനെക്കാട്ടും നല്ലത് ഈ രാഷ്ട്രീയ ശത്രുവിനെക്കാട്ടും നല്ലത് കൾച്ചറൽ ശത്രുവാണല്ലോ. അതാണ് അവരുടെ ലൈന്. മറ്റേ രാഷ്ട്രീയ ശത്രുവാണ്, അവർ ഇന്ത്യയുടെ പൊളിറ്റിക്സിൻ്റെ ശത്രുവാണ്. അപ്പം ഈ ഒരു കോമ്പിനേഷന് ഇളക്കം തട്ടി വെച്ചാൽ ആര്യാടൻ 2 കാര്യം സംബന്ധം. രാധ എന്ന് പറഞ്ഞ നിലമ്പൂർ കോവിലകത്തെ ഒരു ലേഡി കോൺഗ്രസ് ഓഫീസിൽ കൊല ചെയ്യപ്പെട്ട സംഭവം ഉണ്ടായിരുന്നു 2014 ഇലക്ഷൻ്റെ സമയത്ത്. അത് ആര്യാടന് ഭയങ്കര നെഗറ്റീവ്. 2 ഇവിടെ കേരളത്തെ കുലുക്കി മറിച്ച സോളാർ വിവാദം ആര്യാടന് നെഗറ്റീവായി. ഈ സമയത്ത് അൻവർ അവിടെ ഇവിടെയൊക്കെ മത്സരിച്ച് സ്പേസ് ഉണ്ടാക്കും. LDF ആണെങ്കിൽ ആ സീറ്റ് പിണറായി മുഖ്യമന്ത്രിയായി വരുന്ന സമയത്ത് കിട്ടേണ്ട സീറ്റുകളൊന്നും അത് കാൽക്കുലേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെ അൻവറിൻ്റെ പുറത്തുനിന്ന് 5000-6000 വോട്ട് അൻവറിന് സ്വന്തം ഉണ്ടായിരുന്നു. ലാസ്റ്റ് സമയത്ത് ആര്യാടൻ ജയിക്കുന്നത് 5000-6000 വോട്ടിനാണ്. അൻവർ 7000 വോട്ടിനാണ് ആ സമയത്ത് ജയിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ അൻവറിൻ്റെ കുറേ വോട്ട് കേന്ദ്രീകരിക്കുകയും CPM-ൻ്റെ ബേസ് വോട്ട് നിലനിർത്തി
ഇദ്ദേഹത്തിനെതിരെ BJP അവിടെ ഒരു 8,000-ഓളം വോട്ട് പിടിച്ചു. BJP 8,000 അത് ആര്യാടന് കിട്ടുമായിരുന്നോ? കിട്ടാൻ വോട്ട് അത് വെച്ചാൽ നമ്മൾ വന്നല്ലോ ഈ SDPI അല്ല BDJ സ്ഥാനം വന്നല്ലോ, അത് BJPക്ക് അവിടെ ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഫാക്ടർ എല്ലാം കൂടിയാണ് എന്ത് ചെയ്തത്, ഇത്തവണ അത്ര വോട്ട് BJP ആയപ്പോൾ അത്ര വോട്ട് കിട്ടിയില്ല. ആ വോട്ട് ആർക്ക് പോയി? നമ്മുടെ പ്രകാശിന് പോയി. പ്രകാശ് അതുകൊണ്ട് 2,500 വോട്ടിനാണ് തോറ്റത്. മനസ്സിലായി? പ്രകാശ് തോൽപ്പിക്കാൻ വേണ്ടി ആര്യാടൻ ഷൗക്കത്ത് അൻവറിനെ സഹായിച്ചു എന്നും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ജയശങ്കർ സാർ വന്നത് എനിക്കറിയില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പൊളിറ്റിക്സിൽ. പിന്നെ ആര്യാടനെ പോലെ ആര്യാടൻ ഷൗക്കത്ത് കുറച്ച് പോളിഷ്ഡ് ആയിട്ടുള്ള ഒരാളാണ്, ഒരു സാംസ്കാരിക പ്രവർത്തകനാണ്. അപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ പോലെ ജമാഅത്ത് ഇസ്ലാമി ഇതിനൊക്കെ എതിരാണ്. അപ്പോൾ അവർക്കും അദ്ദേഹത്തെ കണ്ടുകൂടാ. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു നയചാതുര്യം ഇല്ല ആരുടെ, ആര്യാടൻ്റെ. അപ്പം പിന്നെ മാത്രമല്ല ഇദ്ദേഹം ബേബിയൊക്കെ ആയിട്ട് നല്ല കണക്ഷനായിരുന്നു. അതുകൊണ്ട് ഓർമ്മല്ലേ പണ്ട് ബേബീൻ്റെ എന്താ പരിപാടി അവിടെ നടത്തി വലിയ വിവാദമായിരുന്നു, ഇത് മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്ന സമയത്ത്. അപ്പം ഇതിൻ്റെ ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നം അദ്ദേഹത്തിനുണ്ട്. പിന്നെ അൻവറാണെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തെ ടാർണിഷ് ചെയ്യാൻ വേണ്ടി എല്ലാം ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ആര് ജയിക്കുമെന്ന് എനിക്ക് ഏതാണ്ട് തോന്നുന്നുണ്ട്. ഞാനത് പറയുന്നില്ല. ഇപ്പോൾ വന്നിട്ട് കോൺഗ്രസ് ആർക്കും വിഷമമുണ്ട്. ഇപ്പം ഏതാണ്ട് ചിത്രം വ്യക്തമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.